വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു. ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന വി ഡി സതീശനോട് ഞാൻ ഈ കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് നിരവധി പദവികൾ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഠിന്യം വളരെ വ്യക്തമാണല്ലോ. അവർ അത്രയെല്ലാം കാര്യം പറഞ്ഞിട്ടും ഇത് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അറിയാതെ ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ അതവരുടെ ഒരു സാംസ്കാരിക അവബോധം തന്നെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ വി ഡി സതീശൻ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും ഈ കാര്യങ്ങളെല്ലാം ഫലപ്രദമായിട്ട് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം അവർക്കെല്ലാം ഡബിൾ പ്രൊമോഷനും കൊടുക്കുന്ന നിലയാണ് ഉണ്ടായത് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ, ആ യുവതിയുടെ പരാമർശം വളരെ വളരെ ഗൗരവമുള്ളതാണ്. അത് സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരുപടി ആളുകൾ സൈബറിൻ്റെ പേരും പോലെ നടക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴേ അവസാനിക്കും. അതിലൊന്നും ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല. ശരിയായ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ, ബാക്കിയെല്ലാം തകർന്നു പോകും. നിയമ നടപടി തുടരും. മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നടക്കും ആളെ ഇറക്കി വോട്ട് ചെയ്യും, അത് നിയമപരമായി തെറ്റൊന്നുമില്ല, ഞങ്ങൾ അത് ചെയ്യും, അടുത്ത തെരഞ്ഞെടുപ്പിലും ചെയ്യും. അതായത് നമ്മൾ തൃശ്ശൂരിലെ കാര്യമൊക്കെ അറിയാലോ. അത് ഈ ഫാസിസ്റ്റുകളായ ആളുകൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിനെ കൃത്യമായിട്ട് മുഖക്കണ്ണാടി പോലെ ഗോപാലകൃഷ്ണനെ കണ്ടാൽ മതി. നേരിടുന്നത് ജനങ്ങളെ കാണുന്നത്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിലുണ്ടാകുന്ന ഒരു അവബോധമല്ലേ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒരു ശക്തി ജനാധിപത്യ സമൂഹത്തിലുണ്ടാവില്ല. അതുണ്ടാകുന്നത് എപ്പോഴാണ്? ഫാസിസ്റ്റ്, ഈ നവഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള RSSൻ്റെ ഏറ്റവും ശക്തനായിട്ടൊരു വക്താവായിട്ടാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത്. ഗോപാലകൃഷ്ണൻ ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നിപ്പോൾ കേരളം കണ്ടല്ലോ. എന്താണ് RSSൻ്റെയും BJPയുടെയും ഗോപാലകൃഷ്ണൻ്റെയും ഒക്കെ നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ. അത് എത്ര കൊല്ലായി അക്കൗണ്ട് തുറക്കാനും തുറന്നിട്ട് പൂട്ടി പോയല്ലേ. അല്ല, ഈ കേരളത്തിന് ഇവരുടെ അക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്ന അനുഭവം ഉള്ളതിൽ നിന്ന് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും BJP ആയിട്ടില്ല.